അനാവശ്യം പറയരുത്. അവളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. എന്നോട് ദയവ് ചെയ്ത് ദേഷ്യപ്പെടരുത്. മോളെ വിളിച്ച് ചോദിക്കാൻ വരുത്. പെൺകുട്ടികളാ, നമ്മൾ സൂക്ഷിക്കണം. അവര് വല്ല അതിക്രമവും കാണിച്ചാൽ. അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ബോംബെയിൽ ജോലി ചെയ്യുന്ന എന്റെ അനന്തരവൻ പയ്യനാ. നല്ല ശരീരശേഷിയുള്ളവനാ. 10 ആൾ ഒരുമിച്ച് വന്നാലും അവൻ ഒറ്റയ്ക്ക് തല്ലി നിരപ്പാക്കും. അത് നിരപ്പാക്കിക്കോട്ടെ, പക്ഷേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. അതുകൊണ്ട് ഈ ക്ലാസ് 4 പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണം. അതിനുള്ള വഴി ആലോചിച്ചാട്ടെ. അവനെ ഞാൻ ശരിപ്പെടുത്തും. ദിലീപ് കുമാർ അല്ലേ? അതെ. ഒരു നിമിഷം ഒന്ന് വരണം. എന്താ കാര്യം? കുട്ടൻപിള്ളയുടെ മോളുമായി. അതെ, ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിൽ. നമുക്ക് അകത്തോട്ടും സംസാരിക്കാം. ആരാ മനസ്സിലായില്ല? നമ്മണിക്കുട്ടിയുടെ. അയ്യോ, എന്താ? അയ്യോ, എന്താ പ്രശ്നം? അയ്യോടാ, നിങ്ങൾക്ക് ആളൊന്നും തെറ്റിയിട്ടില്ലല്ലോ. ആളൊന്നും തെറ്റിയിട്ടില്ല, നീ തന്നെയാ. അയ്യോ, അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അയ്യോ, ചോര. നിങ്ങൾ എന്തുവാ? നിങ്ങൾ ഉദ്ദേശം എന്തുവാ? അയ്യോ, നിങ്ങൾ ഉദ്ദേശം എന്താ? എനിക്ക് ഒരാളെ വീട്ടിൽ എനിക്ക് ദേഷ്യം എന്താണ് പറഞ്ഞത്? വിളിച്ചിറക്കി അടിയെന്ന് പറയും. ഒന്നും പറഞ്ഞില്ലേ? അടിയൊന്ന് നിർത്തിയിട്ട് വേണ്ട എന്തെങ്കിലും പറയാൻ. എന്നാ അയ്യോ, നാട്ടുകാരെ ഓടി ഇത് നമ്മള് പോസ്റ്റ് മാഷല്ലേ? മാഷേ, എന്ത് പറ്റി മാഷേ? എന്ത് പറ്റി? എന്ത് പറ്റി മാഷേ? പറ. ഫയൽമാൻ കൊച്ചുകുട്ടമ്പിള്ളയുടെ ആൾക്കാരാ. ആൾക്കാര് ഒരു 10-100 പേരുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ ആയുധം. എന്നിട്ട് കുറച്ചു സമയം ഞാൻ അടിച്ചു നിന്നു. പക്ഷെ എന്റെ കയ്യിൽ ആയുധം ഇല്ലായിരുന്നല്ലോ. ആയുധം പോട്ടെ, എന്തിനാ ചീട്ട് കളിക്കണം? മാഷെ കാര്യം പറ. വെറുതെ തല്ലിയതായിരിക്കും. വെറുതെ അങ്ങനെ ഒരാൾ തല്ലോ മാഷെ? കാര്യം പറ, തെളിച്ച് പറ. എന്താ ഇങ്ങോട്ട് വന്നേ. എന്താ
ഇനി സത്യം പറയാം. പറഞ്ഞോളൂ. ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വരില്ല. എടാ ഇപ്പ ആരും ഇങ്ങോട്ട് വിടരുത് കേട്ടോ. എനിക്ക് അയാളുടെ മകൾ അമ്മിണിക്കുട്ടി ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോളൂ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചോളൂ, കല്യാണം കഴിച്ചോളൂ. പ്രേമിച്ചു പോയത് ഒരു കുറ്റമാണോ? ആരും പറഞ്ഞു കുറ്റാണെന്ന് പ്രേമിച്ചോളൂ. എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഞാൻ അന്യനാട്ടുകാരനല്ലേ. അത് പറയരുത്, അത് പറയരുത്. ഇന്ത്യ മഹാരാജ്യത്തിലെ വോട്ടവകാശമുള്ള പൗരനാണെങ്കിൽ അമ്മിണിക്കുട്ടിയെ കൈ അമ്മിണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പിള്ളയുടെ കാടത്വത്തിനെതിരെ ഞാൻ ശബ്ദമുയർത്തും. ഇല്ല, ആരും ശബ്ദം ഉയർത്തണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. സഖാവേ, ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ആണോ? അല്ല. ഈ മുത്താനം കുന്നിലെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. ഉണ്ടാക്കും, പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ടും പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. പ്രേമിക്കും, പ്രേമിക്കും, ഇനിയും ഞങ്ങൾ പ്രേമിക്കും. ഒന്നേ ഉള്ളൂ പ്രതിവിധി. ഇതിന് കല്യാണം, അത് കല്യാണം. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ട് പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. ദിലീപ് കുമാറിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കുട്ടമ്പിള്ളേ. ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് സിന്ദാബാദ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കും. ഞാൻ പോയിട്ട് ഇപ്പൊ. അതെ നേരാവേ, ഞങ്ങൾ ചീട്ടുകൾ മുടക്കിട്ടാ വന്നിരിക്കുന്നത്. മുടക്കണ്ട, പോയി കളിച്ചോ. അല്ല, അത് പോയി കളിക്കാം. പക്ഷെ വന്നതിനുണ്ടെങ്കിലും ഫലം വേണം. ഇവിടെ വാ. ആദ്യം നിന്റെ ഈ ശബ്ദം ഒന്ന് കുറയ്ക്ക്. അതിനുശേഷം എന്താഴ്ച ഞാൻ ചെയ്തോളാം കേട്ടോ. മാറും. വിടാൻ കൊള്ളത്തില്ലല്ലോ. ഗംഭീര ജാഥ. പ്രതിഷേധത്തിന്റെ ശംഖനാദം ഗ്രാമാന്തരീക്ഷത്തിൽ അലയടിച്ചു വരികയാണ്. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? മിസ്റ്റർ ദിലീപ് കുമാർ, സ്വല്പം മനസാക്ഷിയോടുകൂടി സംസാരിക്കണം. എങ്ങു നിന്നോ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി മുത്താരം കുന്നിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തുകയാണ്. നന്ദി വേണോടോ, നന്ദി. തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. അയ്യോ, ഞാനത് വേറൊരു ആവശ്യം. വേണ്ട, സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്കൂ. അയ്യോ എടാ, നിനക്ക് ഞാനുണ്ടടാ. ഈ KPK തങ്കപ്പൻ ചേട്ടനുണ്ടടാ. ഈ നാട്ടിലെ ബഹുജനങ്ങളുണ്ട്. KP അമ്മണിക്കുട്ടിയെ നീ വിവാഹം കഴിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കും, ഉണ്ടാക്കും, പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും.